വിഭവങ്ങളൊരുക്കി നീലക്കോട്ട് പണിഞ്ഞ് റമദാനിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കുറ്റ്യാടിയിലെ ആശുപത്രികളിൽ SKSSFിൻ്റെ വികായ പ്രവർത്തകർ സജീവമാണ്. പുണ്യമാസത്തിൽ ആതുരാലയത്തിലെത്തുന്നവർക്ക് നോമ്പ് തുറക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയാണ് SKSSFിൻ്റെ നീലപ്പടയണി ശ്രദ്ധേയമാകുന്നത്. നമ്മോടൊപ്പം സമസ്ത കേരള ജമിയത്തുൽ ഹുതബാന്റെ സംസ്ഥാന ട്രഷററും ഈ ഉദ്യമത്തിന്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് ഫൈസി ഉസ്താദ് ചേരുകയാണ്. ഉസ്താദെ, എന്താണ് ഈ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ഉസ്താദിന് എന്താണ് പറയാനുള്ളത്? അൽഹംദുലില്ലാഹ്, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത മനസ്സിന് വളരെ സംതൃപ്തി നൽകുന്ന വലിയൊരു പുണ്യകർമ്മം. ഞാൻ ഇത് പറയുമ്പോൾ വളരെ എന്താ പറയുക, അത്രയും മക്കൾ നോമ്പുകാരായി വെയിലും മഴയും വകവെക്കാതെ 14 വർഷമായി അൽഹംദുലില്ലാഹ് SKSSFിൻ്റെ കുറ്റ്യാടി മേഖലാ കമ്മിറ്റി ഇങ്ങനൊരു വലിയ സൽക്കർമ്മം നിർവഹിക്കുന്നു. ഇത് രോഗികൾക്കും അവരുടെ ആശ്രിതർക്കും വലിയ ആശ്വാസമാണെന്നതിലേറെ സംഘടനാ രംഗത്തും പരിശുദ്ധ റമദാനിലും ചെയ്യുന്ന ഒരു വലിയ പുണ്യകർമ്മമാണ്. ഇതിനെ സഹകരിക്കുന്നവരോടും ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരോടും എപ്പോഴും നാം എല്ലാവരും കടപ്പെട്ടവരാണ്. അവർക്കെല്ലാവർക്കും എല്ലാ നിലക്കുമുള്ള വലിയ പ്രതിഫലം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആശുപത്രികളിൽ, കുറ്റ്യാടിയിലും പരിസരത്തുമുള്ള ആശുപത്രികളിലെ മുഴുവൻ രോഗികൾക്കും ഓരോ ദിവസവും നോമ്പുതുറയും അത്താഴവും നൽകുന്നതിൻ്റെ പുറമെ പെരുന്നാൾ ദിവസം ആശുപത്രികളിലെ മുഴുവൻ ആളുകൾക്കും പെരുന്നാൾ ഭക്ഷണം നൽകിയിട്ടാണ് ഇതിൻ്റെ സമാപനം കുറിക്കാറുള്ളത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 14 വർഷമായി ഒരു ക്ഷീണവും വരാതെ വളരെ വലിയ ആവേശത്തോടെ അതിലേറെ അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകർ, ബഹുമാനപ്പെട്ട മേഖലയിലെ നേതാക്കളുടെ നേതൃത്വത്തിൽ, പരിസരത്തുള്ള മുഴുവൻ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും നേതൃത്വത്തിൽ ഈ പ്രവർത്തനം നിർവഹിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലെ ആശുപത്രികളിലാണ് റമദാൻ മാസത്തിലെ എല്ലാ ദിവസവും SKSSF കുറ്റ്യാടി മേഖലാ കമ്മിറ്റിക്ക് കീഴിൽ നോമ്പ് തുറക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ളത്. രാവിലെ തന്നെ കുറ്റ്യാടിയിലെ കേന്ദ്ര കിച്ചണിൽ പ്രവർത്തനങ്ങൾ സജ്ജമാകും. വൈകിട്ട് 4 മണിയോടെ വിഭവങ്ങൾ തയ്യാറാകും. അസർ നമസ്കാരത്തിനു ശേഷം വികായ പ്രവർത്തകർ ഇഫ്താർ കിറ്റുകളുമായി കുറ്റ്യാടിയിലെ വിവിധ ആശുപത്രികളിലെത്തി വിതരണം ചെയ്യും. നോമ്പ് തുറക്കുന്നതിനുള്ള സൗകര്യം മാത്രമല്ല, പുലർച്ചെ അത്താഴത്തിനുള്ള സൗകര്യവും ഇവർ ഒരുക്കുന്നുണ്ട്. പെരുന്നാൾ ദിവസം പ്രത്യേകമായിട്ടുള്ള ഭക്ഷണവും ഇവർ വിതരണം ചെയ്താണ് ഈ ഉദ്യമത്തിന് സമാപനം കുറിക്കുന്നത്. വ്രതശുദ്ധിയുടെ കാലത്ത് ആതുരാലയങ്ങളിൽ നോമ്പുകാർക്ക് വേണ്ട സൗകര്യമൊരുക്കുന്നതിലൂടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് റമദാൻ മാസം ധന്യമാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. കഴിഞ്ഞ 14 വർഷക്കാലമായി ഈ പുണ്യകർമ്മം ഇവർ തുടർന്നു പോരുന്നു. ഓരോ ദിവസവും 280ഓളം പേർക്കാണ് ഇവർ ഇഫ്താർ കിറ്റ് വിതരണം ചെയ്യുന്നത്. നാട്ടിലും വിദേശത്തുമുള്ള സംഘടനാ ബന്ധുക്കൾ, സുമനസുകൾ എന്നിവരുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ 14 വർഷമായി ഈ പുണ്യകർമ്മം വിജയകരമായി നടന്നു പോരുന്നത്. നമ്മോടൊപ്പം കുറ്റ്യാടി മേഖലാ കമ്മിറ്റി നടത്തുന്ന ഹോസ്പിറ്റൽ ഇഫ്താറിൻ്റെ മുഖ്യ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അലി തങ്ങൾ പാലേരി ചേരുകയാണ്. തങ്ങളെ, എങ്ങനെയാണ് ഇത് തുടങ്ങിയത്? ഏകദേശം എത്ര വർഷക്കാലമായി നമ്മുടെ ഈ ഒരു സംരംഭം ഹോസ്പിറ്റലിൽ ഇഫ്താർ നൽകുന്നത് തുടങ്ങിയിട്ടുള്ളത്? 2013 ഇതിൻ്റെ ഒരു തുടക്കം. ഇവിടെ ഈ കുറ്റ്യാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഹോസ്പിറ്റലിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അവർക്ക് നോമ്പ് തുറക്കാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ, അത്തായ വിഭവങ്ങൾ അത് ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി 2013 തുടക്കം കുറിച്ച് പിന്നെ ഈ വർഷത്തോടെ 14ാമത്തെ വർഷമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായ രീതിയിൽ റമദാന് മുമ്പ് കൃത്യമായ സ്വാഗത സംഘം രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിൽ വരുത്താറുണ്ട്. ഓരോ യൂണിറ്റിൽ നിന്നും വികായ വള്ളിയന്മാർ, 15ഓളം വരുന്ന വികായ വള്ളിയന്മാരുടെ വളരെ സമർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനമാണ് ഈ വർഷങ്ങളത്രയും വളരെ നല്ല രീതിയിൽ വിജയപ്രദമായ രൂപത്തിൽ ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഓരോ വർഷം കഴിയും തോറും ഒരുപാട് ആളുകൾ ഇതിലേക്ക്
പിന്നെ ഓരോ ദിവസവും ഓരോ ദിനവും ഈ നോമ്പ് ഏറ്റെടുക്കുന്ന ഒരവസ്ഥ, സന്തോഷകരമായ ഒരവസ്ഥ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ പ്രവർത്തനങ്ങളാണ് കൃത്യമായ രീതിയിൽ ഒരു രീതിയിലും പിഴവുകളില്ലാതെ വളരെ മനോഹരമായ രീതിയിൽ കുറ്റ്യാടി മേഖല SKSF കമ്മിറ്റി ഇതിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. അവർക്ക് പിന്നിൽ കുറ്റ്യാടി മേഖലയിലെ എല്ലാ യൂണിറ്റുകളും കൃത്യമായി ഓരോ ദിവസവും ഓരോ യൂണിറ്റിന് ചാർജ് കൊടുത്തുകൊണ്ട് അവർ വിഖായ വളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അസംസ്കാരാനന്തരം ഇതിൻ്റെ പേക്കിങ്ങും കാര്യങ്ങളും നടത്തി ഹോസ്പിറ്റലുകളിലൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2013 ഇതിൻ്റെ ഒരു ഉദ്ഘാടനം വന്ദ്യരായ പിതാവ് സയ്യിദ് CSK തങ്ങളാണ് നിർവഹിച്ചിട്ടുള്ളത്. വളരെ ആത്മാർത്ഥമായ രീതിയിൽ ഈ ഒരു വിഷയത്തിൽ വളരെ സജീവമായ രീതിയിൽ ഈ ഒരു സംവിധാനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രവർത്തകരുടെ കൂടെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ വന്ദ്യരായ പിതാവിൽ നിന്ന് ആ കാലം തൊട്ട് മരണം വരെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. കുറ്റ്യാടി മേഖല SKSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഹോസ്പിറ്റൽ ഇഫ്താറിൻ്റെ അതിൻ്റെ പ്രധാന കേന്ദ്രമായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന കേന്ദ്രത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന മേഖല SKSFിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അജ്മൽ അഷ്അരി നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇത്തരത്തിലൊരു പദ്ധതി വളരെ വിജയകരമായിട്ട് വളരെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? അൽഹംദുലില്ലാഹ്, കുറ്റ്യാടി മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോമ്പ് കാലങ്ങളിൽ ആശുപത്രികളിൽ അകപ്പെടുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമാണ് ഈ രൂപത്തിൽ ഭക്ഷണ വിതരണം നടത്തുന്നത്. അത് പ്രത്യേകിച്ച് നോമ്പ് കാലങ്ങളിൽ ഹോട്ടലുകളൊക്കെ വ്യാപകമായിട്ട് ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനൊരു പദ്ധതി തുടക്കം കുറിച്ചിട്ടുള്ളത്. 2013 കോഴിക്കോട് ജില്ല അബുദാബി കമ്മിറ്റിയാണ് ഇങ്ങനൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. അത് പിന്നീട് കുറ്റ്യാടി മേഖല ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന നിലയിൽ കുറ്റ്യാടി മേഖലയെ പരിഗണിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം വളരെ ഭംഗിയിൽ ഏകദേശം ഈ വർഷത്തോടു കൂടി 14 വർഷം പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഓരോ ദിവസവും 3 വീതം കോർഡിനേറ്റർമാർ ഹോസ്പിറ്റലിൽ പോയി കൃത്യമായിട്ടുള്ള കണക്കെടുത്ത് ആ കണക്ക് കൃത്യമായി ഉച്ചയ്ക്ക് ഒരു 12 മണിയോടെ കുക്കിനെ അറിയിക്കുകയും അതിനനുസരിച്ചാണ് ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അത് പാകം ചെയ്ത ഭക്ഷണം വൈകുന്നേരം ഓരോ യൂണിറ്റിൽ നിന്നും 15 വീതം വിക്കായ വളണ്ടിയർമാർ വരികയും ഒരു ദിവസം ഒരു യൂണിറ്റിനാണ് ചുമതല. മേഖലയിൽ 32 യൂണിറ്റാണുള്ളത്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 30 യൂണിറ്റാണ് ഓരോ ദിവസവും സേവനം ചെയ്യുന്നത്. അവർ വന്നതിന് ശേഷം ആവശ്യമായിട്ടുള്ള ടോക്കൺ കൊടുത്ത പ്രകാരമുള്ള ഭക്ഷണം തയ്യാർ ചെയ്യുകയും അത് കൃത്യമായി ഒരു 6 മണിയോട് കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ച് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെ ഹോസ്പിറ്റലുകളാണ് നമ്മളിപ്പോൾ നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കുറ്റ്യാടിയിലെ കുറ്റ്യാടി ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ അമാന ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ KMC ഹോസ്പിറ്റൽ, ഡയാലിസ് സെൻ്റർ, ഇതാണ് കുറ്റ്യാടിയിലുള്ള പ്രധാനപ്പെട്ട 4 ഹോസ്പിറ്റലുകൾ. അത് കൂടാതെ തൊട്ടിൽപ്പാലത്തുള്ള ഇക്കറ ഹോസ്പിറ്റൽ, ഇങ്ങനെ 4 ടോട്ടലി 5 ഹോസ്പിറ്റലുകളാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഭക്ഷണ വിതരണം നടത്തുന്നത്. ഏകദേശം എത്ര ഒരു ദിവസം നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്? ഒരു ദിവസം 150-200 ഉള്ളിലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള കണക്ക് വരാറുള്ളത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേരുന്ന നോമ്പ് ഭാഗം കൊടുക്കുന്ന സമയത്ത് എത്തിച്ചേരുന്ന ആളുകൾക്ക് ഉൾപ്പെടെ നമുക്കിത് വിതരണം ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഒരു മുൻകരുതൽ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ആളുകളെ കൂടി പരിഗണിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസം തന്നെയാണ് ഇത് വാങ്ങുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നത്. ഏതായാലും വ്രതശുദ്ധിയുടെ മാസത്തിൽ പുണ്യകരമായിട്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് കുറ്റ്യാടി മേഖല SKSF മുന്നോട്ട് വന്നിട്ടുള്ളത്. മറ്റുള്ള ആളുകൾക്ക്, മറ്റുള്ള മേഖല SKSFകൾക്ക് കൂടെ, മറ്റുള്ള സാമൂഹിക സംഘടനകൾക്ക് കൂടെ മാതൃകയാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് കുറ്റ്യാടി മേഖല SKSF കാഴ്ചവെച്ചിട്ടുള്ളത്. എല്ലാവരും ഈ പാത പിന്തുടർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പുണ്യപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്ന് ഉണർത്തുന്നു. waytonikah.com, the exclusive Muslim matrimonial site.